കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഇതുപോലെ കോയിക്കട്ട് എന്നുള്ള ആപ്പിൽ കയറിയിട്ട് ഒരു വീഡിയോ എങ്ങനെ ഇതുപോലെ ആഡ് ചെയ്യുക എന്നുള്ളതും അത് പാട്ട് ആഡ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഓരോ വീഡിയോകളുടെ ലെയറുകൾക്കിടയിൽ എങ്ങനെ എഫക്റ്റും ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ രീതിയിലുള്ള പ്രീസെറ്റായിട്ട് കിട്ടുന്ന കളറ്, അതുമാതിരി തന്നെ കളർ ഗ്രേഡിങ്, അതായത് വീഡിയോക്ക് ഒരു എഫക്റ്റ് ചേർക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ്. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ. അതുവരെയുള്ള കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് അതിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലെ ഓരോ ക്ലിപ്പുകൾ എങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്നുള്ളതും പാട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാമെന്നുള്ളതും ഒക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ക്രോപ്പ് ചെയ്യണതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നെറ്റ് ഓണാക്കി ഇരിക്കുക. ഓക്കെ, നമ്മൾ ഓരോ വീഡിയോയിൽ നമുക്ക് വേണ്ടുന്ന ഓരോ എഫക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. ജസ്റ്റ് കളറാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. കളർ മാറ്റി മാറ്റി കൊടുക്കുക. നല്ല ഭംഗിയുള്ള കളറിലേക്ക് എത്തുമ്പോൾ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻസ് നമുക്കിതുപോലെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഏത് കളറാണോ മാച്ച് ആവണത് അത് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ കളർ മാറുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് മാറുന്നത് കാണാൻ പറ്റും. കണ്ടോ, ചെറിയൊരു മാറ്റം വന്നത് കണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഫക്റ്റ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പൊന്നാനിയുടെ കടപ്പുറം ഏരിയകളായതുകൊണ്ട് നമ്മൾ ചെറിയൊരു നീല ടച്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നോർമൽ വീഡിയോ ഇങ്ങനെയാണ് ഉണ്ടാവുക, അതായത് ഒരു നീല ടച്ച് കൊടുക്കുന്നത്. ഈ ലൂയിസ് ഉള്ള എഫക്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ചെറിയ മാറ്റം വന്നത് കണ്ടോ. ഇതാണ് എഫക്റ്റുകൾ കളയാനുള്ള ഒരു ഓപ്ഷൻ ഈ കാണുന്നത്. ഓക്കെ, എഫക്റ്റ് പോയിട്ടുണ്ട്. വീണ്ടും നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാണ്. കേട്ടോ, മാറി. ഇനി ആ വീഡിയോ കംപ്ലീറ്റ് അതുപോലെ തന്നെ ആയിരിക്കും. ആ എഫക്റ്റോട് കൂടെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതേ എഫക്റ്റ് ഓരോ ക്ലിപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഓൾ എന്ന് ഞെക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ക്ലിപ്പുകളിലും ആഡാവും. കാണിച്ചു തരാം. കണ്ടോ, ഇതിലാ നീല ആഡായി, ഇതിലും അത് ആഡായി, ഇതിലും അത് ആഡായി, ഇതിലൊക്കെ അത് ആഡായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഡൺ കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഓരോ ക്ലിപ്പിലും വ്യത്യസ്ത എഫക്റ്റുകളാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ ക്ലിപ്പ് ഞെക്കുക. ഫിൽറ്റർ എന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രീസെറ്റായിട്ട് കിട്ടുന്ന എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ലൂയിസ് എന്നുള്ളത് തന്നെ കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ക്ലിപ്പ് ഓപ്പൺ ആക്കുക. അതിൽ നമുക്ക് ഫിൽറ്ററിൽ കുറച്ചും കൂടി സ്കൈക്കുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. സ്കൈ കൊടുത്ത് നോക്കാം. ഡൗൺലോഡ് ആവുന്നുള്ളൂ. കണ്ടോ, എഫക്റ്റ് മാറുന്ന കണ്ടോ. സ്കൈക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഭംഗിയില്ല. അതുകൊണ്ട് നമ്മളത് വേണ്ട. വേറൊരു എഫക്റ്റ് നമുക്ക് നോക്കാം. ഈ എഫക്റ്റ് ഇതിൽ ഒരു ബ്ലറായിട്ടുള്ളൊരു എഫക്റ്റാണ് വരുന്നത്. നമുക്കതും വേണ്ട. നോർമൽ ഈ പറഞ്ഞ ലൂയിസ് എന്നുള്ളത് തന്നെ അപ്ലൈ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ വീഡിയോക്കും വേണ്ടത് ഇതിൽ ആ ഒരു ഇതാവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഓഫാക്കി വെക്കാം. കാരണം ഇതിൽ ഓൾറെഡി ഒരു മഞ്ഞ ഷെയ്ഡാണുള്ളത്. കണ്ടോ, അതുതന്നെയാണ് അതിൻ്റെ ഭംഗി. ഇതും അതുപോലെ തന്നെ ഫിൽറ്റർ ഞെക്കിയിട്ട് നമുക്കത് ഓഫാക്കി വെക്കാം. ഓക്കെ, ബാക്കിയുള്ള ക്ലിപ്പുകളിൽ അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നോർമൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടായി കിട്ടും. ഓക്കെ, ഇന്ന് ആകെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് കളർ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, 2 കളർ ആഡ് ചെയ്തിട്ടുള്ളതും ആഡ് ചെയ്യാത്ത വീഡിയോ ഞാൻ കമ്പയർ ചെയ്തിട്ട് അവസാനം കാണിച്ചു തരാം. പാടി ഞാൻ
കമാലേ ഒരു പാട്ട് തന്നാലേ.